നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി തള്ളി. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലാത്തതിനാൽ തങ്ങൾ വിചാരണ നേരിടേണ്ട എന്ന നിലപാടായിരുന്നു ഇരുവർക്കും. പക്ഷേ കോടതി ആ വാദം അംഗീകരിച്ചിട്ടില്ല. കോടതിയുടെ ഈ ഉത്തരവ് പി ജയരാജന് കുരുക്കാകുമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ, ഏറെ വിവാദമുണ്ടാക്കിയ ഒരു കേസാണ് ഈ അരിയിൽ ഷുക്കൂർ വധക്കേസ്. സംഭവം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിരിക്കുന്നു. 10-12 വർഷം പിന്നിട്ട് ഇനിയും ഈ കേസിൻ്റെ വിചാരണ തുടരുകയാണ്. ഇപ്പോൾ വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നു. എന്ത് സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? നമസ്കാരം സർ. നമസ്കാരം. കോടതി സത്യസന്ധമായിട്ടുള്ള കോടതിക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ കേസിൽ ഇനിയൊരു വിധി ദൈവത്തിന്റെ ഭാഗത്തുനിന്നല്ലാതെ ഒരു കോടതിയിൽ നിന്നും ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇവർക്ക് നിയമത്തിന് ഇവർ അനുസരിക്കൂല. അഥവാ ഇനി അറസ്റ്റ് ചെയ്യാനാശം വന്നാൽ നെഞ്ചുവേദനയാകുന്ന ഒരു വ്യക്തിയാണ് ജയരാജൻ. നമ്മൾ നേരിൽ കണ്ടതാണല്ലോ. CBI അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ നെഞ്ചുവേദനയാണ്. അപ്പൊ അതുകൊണ്ട് ജയരാജനും മറ്റുള്ളവർക്കും ഇനി ഈ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷയുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കോടതിയിൽ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉമേഷ് പാല നമുക്കൊപ്പം ചേർന്നു. ഉമേഷ്, ദൈവത്തിൻ്റെ കോടതിയിൽ മാത്രമേ ഇനി ശിക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കാൻ മാത്രം കാലതാമസം എടുത്തോ ഈ കേസ്, അതോ ഇത് സ്വാഭാവികമായി ഒരു സമയം മാത്രമാണോ എടുത്തിരിക്കുന്നത്? സ്വാഭാവിക സമയം എന്ന് പറഞ്ഞാൽ മനു ഇതെല്ലാം വെച്ചാൽ ഇവര് എന്ത് ചെയ്താൽ ഹാജരാകിയല്ലേ, ഈ പറഞ്ഞ പോലെ നെഞ്ചുവേന തലവേന അനുഭവിച്ച് മാറുമല്ലേ. പിന്നെ ഇവര് ഏത് കോടതി പോയാലും ഇവർക്ക് അനുകൂലമായിട്ടൊന്നും വിധിയൊന്നും വരികയില്ല. ഇത്രയും താമസമായതുകൊണ്ട് കോടതി ഇനി അംഗീകരിക്കില്ല. ഇവർ പോയേ പറ്റത്തുള്ളൂ. തെളിവെടുപ്പ് കൊടുക്കാൻ വേണ്ടി ഇവർ പോയേ പറ്റത്തുള്ളൂ എന്ന് കോടതി പറയും. കേജ്രിവാളിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവര് ഉരുട്ട് കളിച്ചാലൊന്നും കാര്യം നടക്കില്ല. അതാ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഫെബ്രുവരി 2012 ഈ സംഭവം. ഫെബ്രുവരി 20 നടന്നത്. അത് ആദ്യഘട്ടത്തിൽ അവരുടെ പേരുകൾ ഇല്ലായിരുന്നു. പിന്നീട് CBI അന്വേഷിച്ചു. അവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന കാര്യം CBI കണ്ടെത്തുകയും കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീ മുഹമ്മദ് ഈ കേസിലെ നാൾ വഴികളെ നോക്കിക്കാണുന്നത്? ശ്രീ മുഹമ്മദ്, കേൾക്കാമോ? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞ് ശ്രീ മുഹമ്മദുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു 10-12 കൊല്ലം മുമ്പുള്ള കൊലപാതകമാണ് നടന്നത്. കൊലപാതകമെന്ന് പറയുന്നത് വേറെല്ലാരും പറയുന്നത് എന്തായാലും ശരി. അല്ല, കൊലപാതകം തന്നെയാണ്, അല്ലാതെ അരിയിൽ ഷുക്കൂർ നെഞ്ചുവേദന വന്ന് മരിച്ചതല്ല. കൊലപാതകം ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പോ നമ്മളെ പി ജയരാജനും ടി വി രാജേഷിനും ഒരുക്കോ എന്നുള്ളതാണ് ഇപ്പൊ സാറിന്റെ എഴുതി കാണുന്നത്. ചോദ്യം മാത്രമല്ല, അത് കേരളം മുഴുവൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. അതെ, അങ്ങനെ അവരെ ഇടപെട്ടുകണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഇനി കോടതി കാണുമല്ലോ. ആ ശിക്ഷ അവരെടുത്ത് അവർക്ക് കിട്ടുമല്ലോ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല കൂടുതലൊന്നുമില്ല. വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നു. ദാസൻ, ഈ സാധാരണ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ച് വരുന്ന ഒരു വലിയ ഒരു ആരോപണം, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾ അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകിയ ആളുകൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നു. പാർട്ടിയും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുമൊക്കെ കൊടുക്കുന്ന പട്ടികയിലേക്ക് ചുരുങ്ങുന്നു അന്വേഷണം. പിന്നീട് ഇത് സെൻസേഷൻ അല്ലാതായി മാറുന്നൊരു ഘട്ടത്തിൽ ഇവരെല്ലാം തടി തപ്പുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ കേസിൽ പക്ഷേ അങ്ങനെയല്ല എന്ന് കരുതാൻ എന്തെങ്കിലും കാരണം ശ്രീദാസൻ കണ്ടെത്തുന്നുണ്ടോ? ഇല്ല, കൊല്ലിക്കുന്ന ആളുകളെ പിടിക്കുക വേണം, അല്ലാതെ ഈ പരിപാടി നിൽക്കൂല. ഇത് ശരിക്കും താലിബാൻ മോഡ് കൊലപാതകമായിരുന്നു. കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ആള് ഇത് തന്നെ ഉറപ്പ് വരുത്തിയ ശേഷം ശരിക്കും കഴുത്തറുത്ത് കൊന്നല്ലേ. ഈ ജയരാജനൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് കുഴപ്പമൊന്നുമില്ല. അയാളൊക്കെ ഈ കണ്ണൂർ ജില്ലയിലെ കൊലപാതകത്തിന്റെ ഏറ്റവും മെയിൻ സൂത്രധാരനാണ്. ഈ 3 ജയരാജന്മാരില് പുള്ളി ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാല് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. പുള്ളി ശിവനാണ്. സംഹാര പുള്ളിയുടെ റോള്.
അപ്പൊ ഇയാളൊക്കെ ജയിലിൽ കിടക്കുന്ന പറഞ്ഞാൽ പറയാം. അയാളെ ഇതിന് മുമ്പ് ആക്രമിച്ചിട്ടുണ്ട്, അത് തെറ്റി തന്നെ, അത് വേറെ കാര്യം. പക്ഷെ ഇയാള് കുറേയേറെ ജയരാജനെയും അങ്ങോട്ട് ഒരു തിരുവോണ നാളിൽ ഇപ്പൊ ഒരു ഓണം കഴിഞ്ഞതിന്റെ ഓർമ്മ നമുക്കുണ്ട്, അങ്ങോട്ട് ആക്രമിച്ചു. അതൊരു അക്രമ രാഷ്ട്രീയത്തിന്റെ അതൊക്കെ ശരി, അക്രമം തെറ്റി തന്നെ. ആര് ചെയ്താൻ തെറ്റ്? BJP ചെയ്യാൻ തെറ്റ്, CPM ചെയ്യാൻ തെറ്റ്. ആ കുഞ്ഞിക്കുട്ടി 21 വയസ്സ് ചെക്കന, 21 വയസ്സിലെ മോൻ, ആ കുടുംബത്തിന് മാത്രമേ വേദന അറിയാം. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഇത്തരം കൊലപാതകങ്ങൾ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റഷീദ് പാലക്കാട് നിന്ന് വിളിക്കുന്നുണ്ട്. റഷീദുമായും ഈ പറഞ്ഞ പോലെ കുറേ ദിവസമായി സംസാരിച്ചിട്ട് ഓണമൊക്കെ സമൃദ്ധിയായി ആഘോഷിച്ചു എന്നാണ് വിചാരിക്കുന്നത്, അല്ലേ റഷീദ്? അതെ അതെ അതെ, ഓണൊക്കെ ഉഷാറായി. ഇപ്രാവശ്യം കഴിഞ്ഞ കാലത്ത് നോക്കുമ്പോ ഓണം ഏറ്റവും നമുക്കൊരു വേദനിപ്പിക്കുന്ന പിന്നെ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായിട്ട് എന്നാലും നമ്മളത് ആഘോഷിച്ചു. ആളുകളോടൊപ്പം ഐക്യദാർഢ്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെ. ശ്രീ റഷീദ് എങ്ങനെയാണ് ഈ കേസിന്റെ ഏറ്റവും പുതിയ പുരോഗമനത്തെ കാണുന്നത്? അല്ല, ഞാന് ഈ നിങ്ങൾ നേരത്തെ മുമ്പ് സംസാരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മള് തിരുവോണനാള് നിങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോ തന്നെ നമ്മള് മറന്നു പോകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഒരു തിരുവോണനാളിലാണ് പി ജയരാജനെ ആക്രമിച്ച സംഘപരിവാറിന് നേതൃത്വം നൽകിയത്. ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നത് നമുക്കറിയാമോ, വൈദ്യരോഗത്തിന്റെ ഒരു സഹായം കൊണ്ടാണ്. അന്ന് ചൂരൽ കസേര കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അന്ന് കത്തിക്കിരയാകേണ്ടി വന്നതിന്. അതെ 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 അതെ. അപ്പൊ നമ്മളെ ഏത് കൊലപാതകങ്ങൾ നമ്മുടെ ചിലൊരു മാധ്യമങ്ങളിലെ ആണ് പറയുന്നത്, ചില കൊലപാതകങ്ങളെ നമ്മൾ പർവ്വതീകരിക്കുകയും ചിലതിന് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരു ആരോപണം CPM നേതൃത്വത്തിനുണ്ട്. അവർ കൊല്ലപ്പെടുമ്പോൾ ആരും അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നില്ല, എന്നാൽ അവർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യും. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് ഒരു തിരുവോണ നാട്ടിലെ 2 ചെറുപ്പക്കാരെ കോൺഗ്രസുകാരെ കൊലപ്പെടുത്തിയത്. ഇതൊന്ന് മാധ്യമങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്തു എന്ന കാര്യം നമ്മൾ പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. ഏതായാലും റഷീദിന്റെ അഭിപ്രായം വ്യക്തമാണ്. സ്കറിയ ചെറുപുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സ്കറിയ, ഓണമൊക്കെ ഗംഭീരമായി ആഘോഷിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഓണം അടിപൊളിയാക്കി. പക്ഷേ നമുക്കൊരു ചെറിയ വേദനയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ വയനാട്ടിൽ നമുക്കൊപ്പം ഇല്ല. എങ്കിലും ഓണം ഉണ്ണാതിരിക്കാൻ നമുക്കാവുകയും ഇല്ല. ശ്രീ സ്കറിയ, എങ്ങനെയാണ് ഈ അവിടെ കണ്ണൂരുകാർ സ്വാഭാവികമായി ഈ കേസ് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നവരാണ്, അവര് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, പ്രത്യേകിച്ച് ചെറുപുഴയിലെ ആളുകൾ? നമ്മുടെ പണ്ടൊരു പഴമൊഴി ഉണ്ടല്ലോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. സത്യം എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കും. കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പൊ നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാല്, ഒരാളെ കൊല്ലാൻ പറഞ്ഞു വിടുന്ന ആൾക്കാർ പ്രേരണ കുറ്റക്കാരനാണ് അതിനകത്ത് ഒന്നാമത്തെ പ്രതി. അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അപ്പം ഈ ജയരാജൻ ഇതിനകത്ത് പങ്കാളിയാണെന്നുള്ള സഹകരണ ആശുപത്രിയിൽ ഇരുന്ന് അന്നത്തെ MLA-യും ഈ ജയരാജനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊന്നവരല്ല ഇതിനകത്തെ കുറ്റവാളി, കൊല്ലിച്ചവരാ കുറ്റവാളി. അതിനുവേണ്ടി ഈ പി ജയരാജനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കണ്ണൂർ ജില്ല നിന്ന് കത്തിയതാ. ഒരു വ്യക്തിക്ക് വേണ്ടി ഈ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമുണ്ട്. അപ്പം ഈ കൊലപാതക രാഷ്ട്രീയം പാടെ മാറുന്ന ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സാധാരണക്കാരനൊരു നിയമം, നേതാക്കന്മാർക്കൊരു നിയമം, MLA-മാർക്കൊരു നിയമം, മന്ത്രിമാർക്കൊരു നിയമം. അത് ഇന്നത്തെ മനോരമ പേപ്പറിലുണ്ട്. മുഹമ്മദ് റിയാസ് ഇവിടെ നിരോധിച്ച പേപ്പർ പ്ലേറ്റില് വയനാട്ടിൽ നിന്നും മറ്റേ ഈ കാടമുട്ടയുടെ ഇത് കഴിക്കുന്നു. ഇവിടെ പാവപ്പെട്ട ഒരു പ്ലാസ്റ്റിക് കൂട് താഴെയിട്ടുണ്ടെങ്കിൽ 10,000 രൂപ പിഴയാ. അവരെ അറസ്റ്റ് ചെയ്യും. രണ്ടാമത് ചെയ്തിട്ടുണ്ടെങ്കിൽ 20,000 രൂപ പിഴ, മൂന്നാമത് ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 രൂപ പിഴ, 3 കൊല്ലത്തെ കണ്ണാടവ. ഈ റിയാസിനെതിരെ എന്തുകൊണ്ട് ഇവിടുത്തെ ഈ ജില്ല ഈ മിഷൻ കേസെടുത്തില്ല? അപ്പം മന്ത്രിമാർക്ക് ഇത് ചെയ്യാം. അപ്പൊ ഇതെല്ലാം എന്താണ് കുഴപ്പം ചോദിച്ചാല്, ഇവർക്കിപ്പോ ഈ കേസ് കഴിഞ്ഞിട്ട് ഇപ്പൊ 10-12 കൊല്ലമായി. ഇവരിപ്പോഴും പുറത്ത് നടക്കുക. വിചാരണകൾ ഇനി വരുമ്പോൾ ഇവരുടെ കാലശേഷം മാത്രമേ ഇതിന് വിധി വരുള്ളൂ. ഇവിടുത്തെ നിയമ സമുദായം മാറ്റണം, കുറച്ചും കൂടി വേഗതയിലാക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. മാമച്ചൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ മാമച്ചൻ വരാപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? ശ്രീ മാമച്ചൻ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു TV ശ്രദ്ധിക്കും. ശ്രീ മാമച്ചൻ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? മധുസൂദനൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മധുസൂദനൻ, ഇത് ഒരു ദീർഘനാളത്തെ ഒരു നിയമ പോരാട്ടം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിൽ അന്തിമമായി ഒരു ശരിയായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. പക്ഷേ അതിന് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? അത് സാറേ, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലേ. ഇത് അവസാനം ഒന്നുമല്ല അങ്ങ് പോവും എന്നുള്ള ഒരു കണക്കൂട്ടിലിരുന്നല്ലേ. എന്തായാലും ഇപ്പോൾ ഷാജി ഒക്കെ ഇങ്ങനെ UDF ഒക്കെ ഒരു സഹായത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. ഇവർ 3-4 പേരോടെ ഈ കണ്ണൂർ ജില്ല മാത്രമല്ല കേരളം നശിപ്പിച്ച് കുത്തിച്ചോറാക്കും. അത് ഭരണത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പറയണ്ടല്ലോ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അൽത്താഫ് എരുമേലിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അൽത്താഫ്, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കേരളം തള്ളിപ്പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും അതിന് വലിയ പിന്തുണ പഴയ കാലങ്ങളിൽ കിട്ടിയതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് നിന്ന് പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ടായി. പക്ഷേ പണ്ട് കാലത്ത് നടന്ന, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നടന്ന ഈ സംഭവങ്ങൾ ഇപ്പോഴും കേരളം വലിയ ഒരു ഗൗരവത്തോട് തന്നെ നോക്കിക്കാണുന്നു എന്നതല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി വ്യക്തമാക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. കുറച്ചാളായി വിളിച്ചിട്ട്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവരെ വെളുപ്പിച്ചെടുക്കാനോ അല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം പക്ഷെ നമ്മളിപ്പോഴും ചില കൊലകൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ അത് വാർത്തകൾ വരുന്നു എന്നുള്ളത്, എല്ലാ കൊലകളെയും ഒരേ സ്വരത്തിൽ സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊലകളെയും തള്ളിപ്പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് തുടർച്ചയായി കൊലപാതകം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നടന്നാണ് ഈ പറയുന്ന ഷുക്കൂർ വധക്കേസ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിരവധിയായ ഇടതുപക്ഷ പ്രവർത്തകരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. BJPയും കൊന്നൊടുക്കിയിട്ടുണ്ട്, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ. അതിന് പ്രതിരോധം എന്ന രീതിയിൽ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ എല്ലാ കൊലപാതക രാഷ്ട്രീയം ഇപ്പൊ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തിരുവല്ലയിൽ നിന്ന് മോഹനൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹനൻ, ചിലപ്പോഴൊക്കെ ഒരു പ്രതിരോധം ആവശ്യമായി വരും, അങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടുമ്പോൾ എന്ന് പറയുന്നതിനെ ന്യായീകരിക്കാനാകുമോ? തീർച്ചയായിട്ടും ന്യായീകരിക്കാനാവും എനിക്ക്. കാരണം എന്താ അറിയാ, ഇവർ ഈ ജയരാജനോ വീരാജനോ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പോലും എന്റെ മുന്നിൽ ഒരു പുല്ലുമല്ലെന്ന് ഞാൻ പറയും. ഇവരെയൊക്കെ തകർക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ ആന്ധ്രയിലുണ്ട്, ഹൈദരാബാദില്, കരീംനഗർ ജില്ലയിലുണ്ട്. കരീംനഗർ ജില്ലയിലെ നല്ല ആൾക്കാർ കിടപ്പുണ്ട്. ഇവരെ വേണമെന്ന് വെച്ചാൽ അവർ ഏത് സമയത്തും വേണമെങ്കിൽ വന്ന് തട്ടാം. നമുക്ക് വേണേ അവരോട് പറയാം. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. വ്യക്തമാണ്. ഏതായാലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ആരെയും തട്ടുന്ന രീതിയൊന്നും പൊതുവേദി അംഗീകരിക്കില്ല. ജനാധിപത്യ രീതിയിലൂടെ, ആശയ സംവാദങ്ങളിലൂടെ പുതിയ സമുദായങ്ങൾ വാർത്തെടുക്കുക, അതാകണം പൊതു താല്പര്യം എന്നതാണ് പൊതുവേദിയും ആഗ്രഹിക്കുന്നത്. മാമച്ചൻ വരാപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മാമച്ചൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? ഹലോ സാറേ. യെസ് സാറേ, കേൾക്കാം മാമച്ചൻ. കേൾക്കാമോ? കേൾക്കാം. പറയൂ. പറയൂ. താങ്കൾ എങ്ങനെയാണ് ഈ കോടതി വിധിയെ നോക്കിക്കാണുന്നത്? സാറേ ഞാനേ, ഹലോ കേൾക്കാം, പറയൂ. സാറേ 12 വർഷം കഴിഞ്ഞു. ഈ സംഭവം കഴിഞ്ഞിട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞു. ആ കുടുംബത്തോട് നമുക്കൊരു സഹതാപം ഇല്ലേ? രാഷ്ട്രീയക്കാരെന്തോ ആയിക്കോട്ടെ. മാമച്ചൻ വല്ലാതെ സമയമെടുക്കുന്നു. വേറൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. മോഹനൻ എന്നൊരു പ്രേക്ഷകൻ കുന്നംകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മോഹനിലേക്ക് വരാം. ഇപ്പോൾ ഷാജി എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ പൊതുവേദിക്ക് അദ്ദേഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്നു. സുഖമാണോ എന്ന് എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുകയാണ്. ഞാൻ വളരെ സുഖമായും സന്തോഷത്തോടും കൂടി ഇരിക്കുന്നു. ഷാജിയും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ച് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ മോഹനൻ കുന്നംകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ മോഹന് എന്ത് പറയാനുണ്ട്? ക്രിമിനൽ ഗൂഢാലോചന വലിയ തോതിൽ കോടതി ഗൗരവത്തിലെടുക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ ഈ വിഷയം സെൻസേഷണൽ ആയതുകൊണ്ട് ജയരാജന് ഒരു തിരിച്ചടിയായി എന്നാണോ കണക്കാക്കേണ്ടത്? സാറേ, ഒരിക്കലുമല്ല. ഈ അരിയൂർ വധക്കേസ് നടന്നിട്ട് 12 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ആ കേസ് ഇപ്പൊ പുറത്തെടുത്തിട്ടുള്ളത്. നമ്മുടെ P. ജയരാജൻ ഒരു ജനകീയ നേതാവാ.
അദ്ദേഹം ഓണത്തിന്റെ അന്ന് അയാളുടെ വീടിന്റെ മുന്നിലിട്ട് അയാളുടെ കുടുംബങ്ങളടക്കമുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് അയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ജീവന്റെ ഒരു തുടിപ്പ് കാരുണ്യം കൊണ്ട് കിട്ടിയതാ. അത്രയ്ക്കും കർഷകർക്കും വേണ്ടി തൊഴിലാളികൾക്കും വേണ്ടി പണിയെടുത്തൊരു നേതാവാണ് പി ജയരാജൻ. നമ്മുടെ ഇത് കാണേണ്ടത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെല്ലാം പ്രവർത്തകരെല്ലാം വെട്ടി മരിക്കപ്പെടുമ്പോൾ ഇത് ഒരു ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി. മറ്റേ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ വിരുദ്ധ ശക്തികളെല്ലാം ഇത്തര ആളുകൾ മരണപ്പെടുമ്പോൾ അതിനെ യാതൊരു പ്രതികരണം നടത്താതെ UDFന്റെ എവിടെയെങ്കിലും ഒരു ആളുകൾ മരണപ്പെട്ടാൽ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. ഇത് വളരെയധികം മോഹനൻ സമയം അതിക്രമിച്ചുകൊണ്ട് മോഹൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണ്. പവിത്രൻ അഞ്ചരക്കണ്ടിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ പവിത്രൻ ദീർഘകാലമായി എനിക്ക് തോന്നുന്നു പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്, അതോ ഞാനുള്ള ദിവസം വിളിക്കാത്തതാണ്? കുറച്ചു കാലമായി വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ്. എന്താണ് പറ്റുന്നത്? ഫോൺ കിട്ടുന്നില്ലേ? ഫോൺ കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ പിന്നെ 2-3 വട്ടം ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നെ അവിടെ വെച്ചാളിയല്ലോ. ശരി. ഓണമൊക്കെ വിഭവസമൃദ്ധമായി ആഘോഷിച്ചോ ശ്രീ പവിത്രൻ? ഓണമൊക്കെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ച്. ഓണത്തിന് ഇത്തവണ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അഞ്ചരക്കണ്ടിയിൽ? അപ്പൊ അനക്ക് ഈ കാര്യത്തെ പറയാനല്ലേ, കാരണം ഈ കൊല്ലിച്ചവനെ പിടിക്കുന്ന സമ്പ്രദായം TP ചന്ദ്രശേഖരൻ വധത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടില്ല. പക്ഷേങ്കില് രണ്ടാമത്തെ കേസാണിത്, ഈ കൊല്ലിച്ചവരെ പിടിക്കാന്നല്ലേ. അതിനുശേഷം ആണ് ഈടെ അക്രമങ്ങൾ തന്നെ കുറഞ്ഞ. കാരണം കൊല്ലിച്ചവന്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ ഈടെ അക്രമം നടത്താൻ ആളെ കിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. ഇയാളെ ശിക്ഷിക്ക തന്നെ വേണം. ഇയാള് വലിയ രക്തസാക്ഷിയാണ്, പിന്നെ കൊല്ലാൻ ജീവ തിരിച്ചു കിട്ടിയ ആളാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അക്രമത്തിന് കൂട്ടിവെക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇയാൾ ചെയ്യുന്നത് എന്താ, ഇവിടെ നമ്മളെ വീട്ടിന്റെ അരിയത്തൊരു കൊലപാതകം നടന്നിന്. ആകാശത്തെല്ലാം കയറിയാണ് അതിൻ്റെ അകത്ത് 1-ാം പ്രതി. ആ പ്രതിനെ മടിയിലെടുത്തിട്ട് ആളിച്ചാളോ ഇയാൾ. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടതാ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ക്രിമിനലുകളെ പോറ്റുന്ന ഈ ക്രിമിനലിന്റെ ശിക്ഷയ്ക്ക് തന്നെ വേണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രഞ്ജിത്ത് വിളിക്കുന്നത് നെടുമങ്ങാട് നിന്നാണ് അല്ലേ? രഞ്ജിത്തിന് കേൾക്കാമോ? ശശി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം പാലയിൽ നിന്ന് ചേരുന്നുണ്ടോ? ശ്രീ ശശി കേൾക്കാമോ? ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പി ജയരാജനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സംഘം ആക്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാഹനം അടിച്ചു തകർക്കുന്നു, അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയ ജയരാജൻ അവിടെ നിന്ന് ചില നിർദ്ദേശങ്ങൾ ഗൂഢാലോചന നടത്തി എന്നാണ് ഇത് കാണുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു പര്യവസാനത്തെ ഉറ്റുനോക്കുന്നത്? നമ്മളിപ്പോ ഈ കേസിന്റെ മെരിറ്റിലേക്ക് കടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മുടെ മുമ്പിൽ പത്രവാർത്തകൾ മാത്രമേ ഉള്ളൂ. കോടതിയിൽ വന്നിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയത്തില്ല. എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് 12 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇപ്പോഴാണ് അതിന് എന്തെങ്കിലും ഒരു അനക്കം ആ കേസിന് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഉന്നതർ പങ്കെടുക്കുന്ന ഉന്നതർ പ്രസ്ഥാനത്തേക്ക് വരുന്ന കേസുകളൊന്നും തന്നെ അത് വേണ്ട വിധത്തിൽ നിയമത്തിന്റെ വഴികളിലൂടെ പോകുന്നില്ല എന്നൊരു സംശയം എനിക്ക് ശക്തമായിട്ടുണ്ട്. അതുകൊണ്ടുണ്ട്. കാരണം അങ്ങനെ ആരെയും ഇതിന്റെ ഒന്നും പേരിൽ, ഇത്തരം കേസുകളുടെ പേരിൽ ശക്തമായ ശിക്ഷ കൊടുത്ത ചരിത്രവും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ പിന്നെ ഇനിയും എനിക്ക് ഇവിടുത്തെ യുവത്വങ്ങളോട് പറയാനുള്ളത്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതായാലും ദൈവത്തെ ഓർത്ത് പരസ്പരം കൊല്ലാനും കൊല വിളിക്കാനും ഇറങ്ങാതിരിക്കുക. നിങ്ങളുടെ വീടിൽ പോയി, അത്ര തന്നെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന്. ഷനിൽ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഷനിൽ നേരത്തെ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നീട് കുറേ നാൾ പൊതുവേദിയെ മറന്നുപോയി അല്ലേ? അതെ. എന്താ പറ്റി പൊതുവേദിയെ മറക്കാൻ കാരണം എന്താണ് ഷനിൽ? ഇല്ല, മറന്നുപോയതല്ല, ട്രൈ ചെയ്യാറുണ്ട്, കിട്ടാറില്ല. കിട്ടുന്നില്ല, ഫോൺ കിട്ടുന്നില്ല. ഇല്ല. ശ്രീ
ശ്രീ ഷെനിൽ, എങ്ങനെയാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേര് കേട്ട ഒരു നാടായിരുന്നു കണ്ണൂർ. അങ്ങനെ ഒരു പുസ്തകം തന്നെ നമ്മുടെ ഉല്ലാസ് എഴുതുകയും ചെയ്തിട്ടുണ്ട്, ഇൻസൈഡ് ഇന്ത്യാസ് മോസ്റ്റ് ബ്ലഡിയസ്റ്റ് റിവെഞ്ച് പൊളിറ്റിക്സ് എന്ന പേരിൽ. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കുന്നതിൻ്റെ സൂചനയുണ്ടോ ഷെനിൽ കേരളത്തിൽ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കേണ്ട സൂചന എന്ന് പറയുമ്പോഴേ അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിൽ മാധ്യമങ്ങൾ കൂടി പങ്കുവഹിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ എതിരാളികൾ കൊല്ലപ്പെടുമ്പോഴേ അത് നല്ല രീതിയിൽ വാർത്ത കൊടുക്കുകയും നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമ്പോഴേ അതൊരു വാർത്തയായിട്ട് നേരിടാനുള്ള എളുപ്പ വഴി ഏറ്റവും നല്ലത് അങ്ങോട്ട് കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വാർത്തയെ വരില്ലല്ലോ അങ്ങോട്ട്. നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അരിയിൽ ഷുക്കൂറിനെ അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ചതല്ലോ. അന്ന് ആ പ്രദേശത്ത് ഒരു അക്രമം ഉണ്ടായിട്ട് ആ പ്രദേശം സന്ദർശിക്കാൻ പോയ വേളയിൽ നേതാക്കന്മാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നു? അതിന്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത്. ഒരു ഇങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ടേക്ക് ആക്രമിച്ച ഒരു ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൂടി ചന്ദ്രശേഖരൻ കേസൊക്കെ ഇങ്ങോട്ട് ആക്രമിച്ചിട്ടാണോ അങ്ങോട്ട് ആക്രമിക്കുന്നത്? ഇതൊന്നും ഒരു ന്യായീകരണമല്ല എന്റെ സുഹൃത്തെ. ഞാൻ ഈ തർക്കമൊന്നും ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന ഒരു കാര്യത്തിനും ഒരു പിന്തുണയും കിട്ടില്ല. അത് CPM നേരെയാണെന്നോ കോൺഗ്രസിന് നേരെയാണെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ ആത്യന്തികമായി ഇതൊക്കെ പറയുമ്പോൾ ഇതിന് ന്യായീകരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളെയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളില്ലാതെ സംഘടനകൾക്ക് മുന്നോട്ട് പോകാം. പക്ഷേ CPM-കാർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. CPM-കാർ കൊല്ലപ്പെടുമ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്ന ഒരു കാര്യം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഞാൻ തന്നെ നേരിട്ട് എത്രയോ കൊലപാതകം ചെയ്യപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോയി, അഭിമന്യുവിൻ്റെ അർജുൻ, അങ്ങനെ എത്ര ആളുകളുടെ അടുത്ത് ചെന്ന് ഈ വാർത്ത വെളുക്കുവോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ SFIയുടെ ആക്രമണത്തെ പറ്റിയിട്ട് ഘോരഘോരം ചർച്ച ചെയ്തു. ആ കാലയളവിൽ കൊല്ലപ്പെട്ട എത്ര SFIക്കാരെ കുറിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്തു? എല്ലാവരുടെയും വീട്ടിൽ പോയി ഓരോ ആളുകളുടെയും ഭൗതിക ശരീരം നടത്തുന്ന അതിക്രമണം എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നേ. നിങ്ങളത് മറ്റേ ഭാഗം മാത്രം കേൾക്കുന്നത് കൊണ്ടാണ്. എല്ലാ SFIക്കാർ കൊല്ലപ്പെടുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ തന്നെ പോയി ധീരജിൻ്റെ വീട്ടിൽ പോയി ധീരജിൻ്റെ ബോഡി വരാൻ ആ പിറ്റേ ദിവസം പുലർച്ചെ വരെ അവിടെ എല്ലാവരും നിന്ന് ആ രാത്രി ബുള്ളറ്റിൻ 12-11:30 അവസാനിക്കുന്ന ബുള്ളറ്റിൻ കണ്ടിന്യൂ ചെയ്ത് പാതിരാത്രിക്കും ആ ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ ആ വാർത്ത ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പക്ഷെ അത് ആ സമയത്ത് അത് കാണില്ല. അല്ല, അത് കഴിഞ്ഞിട്ടും അതിൽ ആളുകളുടെ പേരുകൾ, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവർ, എന്തിനു പോയി, അങ്ങനെ എല്ലാ വിഷയങ്ങളും എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളെ മാത്രം ചർച്ച ചെയ്യുന്നു എന്നാണ്. അങ്ങനെയല്ല. അഭിമന്യുവിന്റെ വിഷയമായിക്കോട്ടെ, ധീരജിന്റെ വിഷയമായിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ആളുകളെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ പുറകിൽ ഉന്നത നേതാക്കൾ ഈ ഗൂഢാലോചന നടത്തുക എന്ന് പറയുന്നിടത്താണ് ഈ കാര്യങ്ങൾ വരുന്നത്. അവിടെയാണ് നിങ്ങൾ കുടുങ്ങിപ്പോകുന്നത്. അത് ഇപ്പൊ നിങ്ങൾക്ക് UDF-ന്റെ വലിയ ഗൂഢാലോചന നിങ്ങൾ പിടിക്കണം. ഇതിൽ വലിയ ഗൂഢാലോചന നടത്തിയവരെ പിടിക്കണം. അത് പിടിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. അത് ആ സർക്കാരിന്റെ പോരായ്മയാണ്. ഉമ്മൻചാണ്ടി ഭരണകാല അല്ല, ഉമ്മൻചാണ്ടിയുടെ കാലം പോട്ടെ, അതിനുശേഷം കൊല്ലപ്പെട്ടല്ലോ. അതിനുശേഷം കൊല്ലപ്പെട്ട ആളുകളുടെ പേരാ ഞാൻ പറഞ്ഞത്. ആ ഗൂഢാലോചനയിൽ എന്താ നിങ്ങൾ ഉയർന്ന ആളുകളെ പിടിക്കാത്തത്? അപ്പൊ പിടിക്കണം. അതാണത്. എനിക്ക് അതായത് ഉമ്മൻചാണ്ടി ഭരണകാലം കഴിഞ്ഞിട്ട് ഇതിപ്പോ അതൊക്കെ 7-8 വർഷം മുമ്പുള്ള കാര്യമല്ല. ഞാൻ ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ CPM അധികാരത്തിൽ ഇരിക്കുമ്പോൾ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ എടുക്കാം. ഗൂഢാലോചന നടത്തിയവരിലേക്ക് നിങ്ങൾ എന്താ കേസ് കൊണ്ടുപോകാത്തത്? അത് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരാ നടത്തിയ ഒരു ക്രിമിനൽ രാവിലെ എഴുന്നേറ്റ് ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തുകയാണ്. അതിന് പുറകിൽ ആരുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനില്ലേ? ആ സംസ്കാരം അങ്ങ് വരണം. അപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകം അതാണ് എനിക്ക് പറയുന്നത്. CPM-കാർ കൊല്ലപ്പെട്ട വിഷയങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ അത്തരം വിഷയങ്ങൾ ഞങ്ങൾ എടുക്കേണ്ടത്? നിങ്ങളെ പ്രതി ഒന്ന് പിടിക്കുക. നിങ്ങൾ അതിന് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ പോലീസ് അറസ്റ്റ് ചെയ്താൽ വാർത്ത കൊടുക്കാതിരിക്കാൻ കഴിയുമോ? അതൊക്കെ ഇങ്ങനെ ഈ ഒരു ന്യായീകരണം വെച്ചുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഇത് ചെയ്യുക, അതൊന്നും ഒരു ശരിയായ രീതിയല്ല. കൊല്ലപ്പെട്ട ഞങ്ങൾ കൊല്ലുമ്പോൾ നിങ്ങളിതാ വലിയ ചർച്ച ചെയ്യുന്നു, ഞങ്ങളെ കൊല്ലുമ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്നല്ല വേണ്ടത്.
ഒരു കൊലയും നടക്കാതിരിക്കാനുള്ള കൂട്ടായ പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. മാത്രവുമല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഈ കഴിഞ്ഞ 7 വർഷം നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഓരോന്നും എടുത്ത് അതിൽ ഉള്ള പ്രമുഖരെ പിടികൂടാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കാൻ ഈ സർക്കാരിന് ചങ്കൂറ്റം ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതായാലും ഈ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വച്ചിരുന്നു. പ്രേക്ഷകരോട് ഈ വിഷയം ചോദിച്ചത് ജയരാജന് കുരുക്കാകുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരുന്നത്. കോടതി വിധി അരിൽ ഷുക്കൂർ വധക്കേസിൽ ഈ വിധി ജയരാജന് കുരുക്ക് മുറുകുന്നതിൻ്റെ സൂചനയാണ് എന്ന് ആണ് 84% ആളുകളും വ്യക്തമാക്കുന്നത്. അതേസമയം 16% ആളുകൾ ഇത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമായി കാണുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. News 18 Kerala.